പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പെർസ്പെക്റ്റീവ് എന്താണെന്ന് നോക്കാം. ഒരു ചിത്രകാരൻ തൻ്റെ ചുറ്റുമുള്ള ലോകത്തെ എങ്ങനെ കാണുന്നു, അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇവിടെ ഞാനൊരു ഹൊറിസോണലായിട്ടൊരു ലൈൻ വരയ്ക്കുകയാണ്. പേപ്പറിന് കൃത്യം നടുക്കായിട്ടുള്ള ഈ നീളമുള്ള ഈ വരയിനെ ഐ ലെവൽ എന്നാണ് പറയുന്നത്. തീരത്ത് നിന്ന് കടലിലേക്ക് നോക്കുമ്പോൾ ഒരു വര കാണാറില്ലേ, സാങ്കല്പികമായൊരു രേഖ, അതുതന്നെയാണ് ഈ ഐ ലെവൽ. ആർട്ടിസ്റ്റുകളുടെ ഭാഷയിൽ ഇതിനെ ഐ ലെവൽ എന്ന് പറയും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഐ ലെവലിൻ്റെ മുകളിൽ ആകാശവും താഴെ ഭൂമിയും എന്നാണ്. കൈകൊണ്ട് വരച്ചതിനകത്ത് ഭയങ്കര മിസ്റ്റേക്ക് പറ്റി, അതുകൊണ്ടാണ് സ്കെയിൽ ഉപയോഗിച്ചത്. നിങ്ങൾ സ്കെയിൽ ഉപയോഗിക്കാതെ കൈകൊണ്ട് മാത്രം വരയ്ക്കുക, എങ്കിൽ മാത്രമേ സ്കില്ല് ഇച്ചിരി ഇമ്പ്രൂവ് ആകാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു ഡോട്ട് ഇട്ടു, ഒരു ബിന്ദു. ആ ഐ ലെവലിൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഒരു ബിന്ദു ഇടാം. നമ്മൾ ഇവിടെ ആദ്യം നോക്കാൻ പോകുന്നത് 1 പോയിൻ്റ് പെർസ്പെക്റ്റീവാണ്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ എന്നോണം 2 പാരലൽ ലൈനും 2 ഹൊറിസോണൽ ലൈനും വരച്ച് നമ്മളൊരു ചതുരം വരയ്ക്കുകയാണ്. ഹൊറിസോണൽ ലൈനിലെ ഈ ഡോട്ടിനെ വാനിഷിംഗ് പോയിൻ്റ് എന്നാണ് പറയുന്നത്. ചതുരത്തിൻ്റെ ഇടതുഭാഗത്തായിട്ടാണ് ഇവിടെ വാനിഷിംഗ് പോയിൻ്റ്. അതുകൊണ്ട് നമുക്ക് ചതുരത്തിൻ്റെ 2 സൈഡിലേക്കും ഇതുപോലെ ഒരു ലൈൻസ് നീട്ടി വരയ്ക്കാം. പാരലായിട്ട് ഒരു വരയും കൂടി വരച്ച് കഴിഞ്ഞാൽ ചതുരം നമുക്ക് ഒരു ബോക്സിൻ്റെ ഒരു പ്രതീതി കിട്ടും, ഒരു ഫീല്. ഇത് കണ്ടാൽ നിങ്ങളുടെ സംശയങ്ങളെല്ലാം മാറും. കണ്ടില്ലേ, 2 വശം മാത്രമേ ഉള്ളൂ. ഈ സാങ്കല്പിക രേഖയിലെ ഈ സാങ്കല്പിക ബിന്ദുവായിട്ടുള്ള വാനിഷിംഗ് പോയിന്റിൽ നിന്ന് എത്ര ലൈൻ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം കേട്ടോ. അത് ആകാശത്തേക്കാണെങ്കിലും ഭൂമിയിലേക്കാണെങ്കിലും. വാനിഷിംഗ് പോയിന്റിൽ നിന്ന് വരുന്ന ഈ ലൈനുകൾക്കുള്ളിൽ ഏത് കനത്തിൽ വേണമെങ്കിലും നമുക്ക് ബോക്സുകൾ ഇതുപോലെ വരച്ചെടുക്കാവുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, തിയേറ്ററിൽ പോകാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. തിയേറ്ററിൻ്റെ ഉള്ളിൽ മുകൾ ഭാഗത്തായിട്ട് കുറേ സ്പീക്കറുകൾ തൂങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതേപോലെ ഒരു സ്പീക്കറാണ് എന്ന് ഇത് സങ്കല്പിക്കുക. അങ്ങനെ നമുക്ക് ആ തിയേറ്ററിലെ ബോക്സുകൾ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതിന് ഒരു ചെറിയ ഉദാഹരണമാണ് ഈ 1 പോയിൻ്റ് പെർസ്പെക്റ്റീവ്. ഇങ്ങനെ വരച്ച് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമല്ലേ? മൊത്തം 9 ലൈൻസേ ഉള്ളൂ. അതിൽ 3 വാനിഷിംഗ് പോയിന്റിൽ നിന്ന് വരുന്ന 3 ലൈൻസ്, അതിനകത്ത് കട്ട് ചെയ്തുകൊണ്ട് പാരലായിട്ട് 3 ലൈനും ഹൊറിസോണലായിട്ട് 3 ലൈനും. അത്ര മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബേസിക്കായിട്ടുള്ള സ്കില്ല് ഇച്ചിരി ഇമ്പ്രൂവ് ആകും. റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ഐഡിയ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ തന്നെ ആ പോയിൻ്റ് ഓഫ് വ്യൂവിലേക്ക് 3 ബോക്സുകൾ നിരത്തി വെച്ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അകലം തോന്നുന്നില്ലേ? അതായത് ഒരു ഹൈവേ റോഡിൻ്റെ സൈഡിലുള്ള മയിൽക്കുറ്റി പോലെയൊക്കെ ഒരു ഫീല് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതേസമയം റോഡ് പണി നടക്കുന്ന സമയത്ത് ഒരു പൈപ്പ് കൊണ്ട് വാട്ടർ അതോറിറ്റി കൊണ്ടുപോയിടുന്ന ഒരു സംഭവം നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇതേ രീതിയിൽ നിങ്ങൾക്ക് എത്ര ഉദാഹരണം വേണമെങ്കിലും നമുക്ക് നോക്കാം. ഇപ്പോൾ ഷേപ്പുകളുടെ കാര്യത്തിൽ ഇപ്പോൾ റൗണ്ട് വരച്ചു, സ്ക്വയർ വരച്ചു, അതുപോലെ തന്നെ പിരമിഡ് ഷേപ്പിലേക്ക് നമുക്ക് അയച്ച് ടഫാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കഴിവതും സ്കെയിൽ ഒഴിവാക്കി പെൻസിലിൽ തന്നെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. 1 പോയിൻ്റ് പെർസ്പെക്റ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് വരച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുള്ളൂ. ചെറിയൊരു ഉദാഹരണത്തിന് എൻ്റെ വീട് തന്നെ എടുക്കാം. ഈ വീടിൻ്റെ ഒരു സൈഡിലെ എല്ലാ ലൈൻസും ഒരു പ്രത്യേക ബിന്ദുവിലേക്കാണ് പോകുന്നത്, ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലേക്കാണ് പോകുന്നത്. നമുക്ക് ആ വീടിന് ബാക്കിലായിട്ട് ഒരു ലൈൻ കാണാം. അത് നമുക്ക് ഐ ലെവലായിട്ട് എടുക്കാം. ഐ ലെവലിലൊരു ഡോട്ട് ഉണ്ടെങ്കിൽ ആ ഡോട്ടിനകത്തേക്കാണ് ആ വീടിൻ്റെ ഒരു സൈഡിലെ എല്ലാ രേഖകളും വന്ന് കൂടിച്ചേരുക. ഇതാണ് 1 പോയിൻ്റ് പെർസ്പെക്റ്റീവ്. ഇനി നമുക്ക് 2 പോയിൻ്റ് പെർസ്പെക്റ്റീവ് എന്താണെന്ന് നോക്കാം. ഇതിനേക്കാൾ കുറച്ച് വ്യത്യാസമുണ്ട് ഇതിന്. അതായത് നമ്മുടെ ആർട്ടിസ്റ്റ് ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെയോ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെയോ അടുത്ത്, അതായത് ഒരു കോർണറിൽ നിൽക്കുകയാണെങ്കിൽ അയാളുടെ പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. അതിന് വാനിഷിംഗ് പോയിന്റിൽ നമ്മളിവിടെ 2 വാനിഷിംഗ് പോയിൻ്റ് ആണ് ഇവിടെ നമ്മൾ വരയ്ക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പാരലൽ ലൈനായിട്ട് നമ്മൾ 1 പോയിൻ്റ് പെർസ്പെക്റ്റീവിനകത്ത് 2 പാരലൽ ലൈൻ വരച്ച് നമ്മളൊരു ചതുരമാണ് നമ്മൾ ആദ്യം വരച്ചിരുന്നത്. ഇവിടെ നമ്മൾ ഒറ്റ വരയാണ് വരയ്ക്കുന്നത്. അതായത് ഒരു കോർണർ, ആ കോർണറിനകത്ത് അളവിനകത്തു നിന്നാണ് ബാക്കിയെല്ലാം നമ്മൾ വരച്ച് ചേർക്കുന്നത്. അങ്ങനെ ഒരു 3D മിഥ്യാധാരണ നമ്മൾ ഉണ്ടാക്കുകയാണ്, സൃഷ്ടിക്കുകയാണ്.
ഈ ഒരു ഉദാഹരണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വീടിൻ്റെ ഒരു കോർണറിൽ നിന്നുള്ള വീഡിയോ ആണ് ഇത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതും വളരെ സിമ്പിളാണ്. ഒരേ ഒരു പാരലൽ ലൈനിൽ നിന്ന് നമ്മൾ 2 വാനിഷിംഗ് പോയിൻറ്റിലേക്ക് 3 ലൈൻസ് വരച്ച, അങ്ങനെ മൊത്തം 9 ലൈൻസ് കൊണ്ട് നമുക്കൊരു ക്യൂബ് സൃഷ്ടിക്കാമെന്ന് നമ്മൾ 1 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് വരച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ചതുരം വരയ്ക്കുന്നതിന്, ഡയറക്റ്റായിട്ട് ചതുരം വരയ്ക്കുന്നതിന് പകരം ഒരു ലൈൻ പാരലായിട്ട് വരയ്ക്കുക. ആ പാരലായിട്ട് വരയ്ക്കുന്ന ആ 2 ബിന്ദുവിലേക്ക് 2 വശത്തു നിന്നുള്ള വാനിഷിംഗ് പോയിൻറ്റിൽ നിന്ന് 3 വരകൾ വരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബോക്സ് വരയ്ക്കാവുന്നതാണ്. ഒരു 3D സമാനമായ ഒരു ചിത്രം നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ഭൂമിയിലേക്ക് വരുവാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണിക്കാനുണ്ടാവും. ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നമുക്കൊരു വാഹനങ്ങൾ തന്നെ എടുക്കാം. ഒരു നടു റോഡിൽ നിറയെ വാഹനങ്ങൾ, അതിൽ ഒരു വലിയ വാഹനം വരയ്ക്കാനാണെങ്കിൽ ഇതേ രീതി നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ വാഹനം വരയ്ക്കാനാണെങ്കിലും നമുക്ക് ഈ 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവിൻ്റെ ശൈലി തന്നെ ഉപയോഗിക്കാം. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടെക്നിക്ക് പിടികിട്ടുള്ളൂ. അപ്പോൾ നിരന്തരം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടുള്ള 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ഹൊറിസോണൽ ലൈൻ വരയ്ക്കുന്നു. ശേഷം ആ ഐ ലെവലിൽ നമ്മൾ 2 വാനിഷിംഗ് പോയിൻ്റ് അടയാളപ്പെടുത്തി എ എന്നും ബി എന്നും പേര് കൊടുക്കുന്നു. പേര് പോലെ തന്നെ 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവിന് 3 വാനിഷിംഗ് പോയിൻ്റ് ഉണ്ട്. അതിന് മൂന്നാമത്തെ വാനിഷിംഗ് പോയിൻറ്റിന് സി എന്നും പേര് കൊടുത്തു. ഒരു വാനിഷിംഗ് പോയിൻറ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് ലൈൻസ് സൂര്യൻ്റെ രശ്മികളെ പോലെ വരയ്ക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ നേരെ നേരെ ഉള്ള ഒരു വരയാണ് ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത്. എന്നിട്ട് അവിടെ നമ്മളൊരു സാങ്കല്പികമായിട്ടൊരു ബിന്ദു വരച്ച് അതിൽ നിന്ന് എയിലേക്ക് ബിയിലേക്കും ഓരോ ലൈൻസ് വരയ്ക്കുന്നു. അതായത് നമ്മൾ താഴെ നിന്ന് ഒരു ഉറുമ്പ് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു ബോക്സിൻ്റെ അടിഭാഗം കാണണം. അപ്പോൾ ആ അടിഭാഗമാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. അപ്പോൾ ആ ബോക്സിന് എത്ര നീളമുണ്ട്, വീതി ഉണ്ടെന്നൊക്കെ നമ്മൾ തന്നെ ഒരു മെഷർ ചെയ്ത് ഒരു പോയിൻ്റ് ഇട്ട് ആ പോയിൻ്റ് എയും ബിയും ആയിട്ട് ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബോക്സ് അവിടെ വരച്ചെടുക്കാവുന്നതാണ്. 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് പോലെ തന്നെ വളരെ സാദൃശ്യമുള്ളതാണ് നമ്മുടെ 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവ്. ഐ ലെവലിന് മുകളിലായതുകൊണ്ട് നമ്മൾ ആ ബോക്സിൻ്റെ ബേസാണ് ആദ്യം വരയ്ക്കുന്നത്. മുൻപ് വരച്ചിരുന്ന ചിത്രങ്ങളെ പോലെ തന്നെ ഇവിടെയും ബോക്സിൻ്റെ 3 സൈഡും ഒരു വാനിഷിംഗ് പോയിൻറ്റിലേക്ക് കൂടിച്ചേരുന്നു. സി എന്ന വാനിഷിംഗ് പോയിൻറ്റിൽ നിന്ന് 3 ലൈൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമ്മൾ ആ ബോക്സിനൊരു ഹൈറ്റ് കണ്ടെത്തണം. അതാദ്യം നമ്മൾ വെർട്ടിക്കലായിട്ട് വരച്ച സിയിൽ നിന്ന് വരുന്ന വാനിഷിംഗ് ലൈനിൽ തന്നെ ആവണം. ആ ബിന്ദുവിലേക്ക് എയിൽ നിന്ന് ഒരു വാനിഷിംഗ് ലൈൻ വരയ്ക്കണം. നേരത്തെ നമ്മൾ 2 ലൈനേ വരച്ചിരുന്നുള്ളൂ. ഇപ്പോൾ മൂന്നാമതൊരു ലൈനും കൂടി വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നേരത്തെ വരച്ചിരുന്ന ചിത്രങ്ങളിലെല്ലാം 9 ലൈൻ കൂടിയ ഒരു ബോക്സാണ് നമ്മൾ വരച്ചിരുന്നത്. ഒരു വാനിഷിംഗ് പോയിൻറ്റിൽ നിന്ന് 3 ലൈൻ വീതം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, എയിൽ നിന്ന് 3 ലൈൻസായി, ബിയിൽ നിന്ന് 3 ലൈൻസായി, സിയിൽ നിന്ന് 3 ലൈൻസായി. അങ്ങനെ നമ്മൾ അവസാനം ആ ബോക്സ് നമ്മൾ വരച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. അതിനായിട്ട് നമുക്ക് 4മതൊരു വാനിഷിംഗ് പോയിൻ്റ് കൂടെ നമ്മളിവിടെ വരച്ച് ചേർക്കുകയാണ്. മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. നമ്മൾ ഐ ലെവലിന് മുകളിൽ എത്ര വാനിഷിംഗ് പോയിൻ്റ് വേണമെങ്കിലും നമുക്ക് ഈ 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവിനകത്ത് വരയ്ക്കാവുന്നതാണ് മറ്റൊരു ഉദാഹരണം. ഇതേപോലെ ഐ ലെവലിന് മുകളിൽ വരയ്ക്കുന്ന ഏതൊരു വസ്തുവിനെയും വേംസ് ഐ വ്യൂ എന്നാണ് പറയുന്നത്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇത് കണ്ടാൽ വളരെ വരയ്ക്കാൻ സിമ്പിളല്ലേ? പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ട് പറ്റും. ബിഗിനേഴ്സായിട്ടുള്ളവർക്ക് എളുപ്പം മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിളായിട്ടാണ് ഞാൻ വിവരിക്കുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. നമ്മളിനി ഐ ലെവലിന് താഴെയുള്ള ഭാഗത്തായിട്ട് ഒരു വാനിഷിംഗ് പോയിൻ്റ് അടയാളപ്പെടുത്തുന്നു. വെർട്ടിക്കലായിട്ടൊരു ലൈൻ വരച്ച് തന്നെ നമ്മൾ ഇവിടെയും സ്റ്റാർട്ട് ചെയ്യുന്നു. ബോക്സിൻ്റെ ടോപ്പാണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു ഡോട്ട് ഇട്ട് അതിനകത്ത് എയിൽ നിന്നും ബിയിൽ നിന്നും നമ്മൾ വാനിഷിംഗ് ലൈൻസ് വരച്ച് അതിൻ്റെ ടോപ്പ് വരച്ച് എടുക്കുന്നു. ശേഷം നമ്മൾ മുകളിൽ ചെയ്ത മാതിരി തന്നെ കീപോട്ട് ഈ ബോക്സിന് എത്ര പൊക്കം വേണമെന്ന് നമ്മൾ വെർട്ടിക്കലായിട്ട് വരച്ച ആ ലൈനിൽ തന്നെ ഒരു ഡോട്ട് ഇട്ട്
എ എന്ന വാനിഷിംഗ് പോയിന്റിൽ നിന്നും ബി എന്ന വാനിഷിംഗ് പോയിന്റിൽ നിന്നും വാനിഷിംഗ് ലൈൻ വരച്ച് നമ്മൾ ആ ബോക്സിൻ്റെ ഹൈറ്റ് കണ്ടെത്തും. വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും കുറച്ച് ഊരാക്കുടുക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിരുന്ന് വേണം പ്രാക്ടീസ് ചെയ്യാൻ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മുമ്പ് വരച്ചിരുന്ന പടങ്ങളിലൊക്കെ വാനിഷിംഗ് പോയിൻ്റ് ഒരു കോമൺ ആയിട്ടൊരു സ്ഥലത്ത് തന്നെ ഫിക്സഡ് ആയിരുന്നു. ഇവിടെ നമ്മൾ ഐ ലെവലിന് മുകളിലായിക്കോട്ടെ താഴെ ആയിക്കോട്ടെ എത്ര വേണമെങ്കിലും വാനിഷിംഗ് പോയിൻ്റ് നമുക്കിതുപോലെ വരയ്ക്കാവുന്നതാണ്. ഞാനിവിടെ ചെയ്തതുപോലെ സ്കെയിൽ ഉപയോഗിക്കാതെ നിങ്ങൾ കൈകൊണ്ട് തന്നെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. എങ്കിൽ നിങ്ങളുടെ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ആവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്നും ഈ ചാനലിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും വരാം.